എറണാകുളം ചോറ്റാനിക്കരയിൽ വീടിനുള്ളിൽ അവശ്യനിലയിൽ കണ്ടെത്തിയ പോക്സോ അതിജീവിത ക്രൂരമർദ്ദനത്തിനിരയായെന്ന് പോലീസ്. പെൺകുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ചു കടന്ന സുഹൃത്ത് അനൂപ് ചുറ്റിക കൊണ്ടും മർദ്ദിച്ചു. കേസിൽ മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് അറിയിച്ചു. പ്രതി അനൂപുമായി പെൺകുട്ടിയുടെ വീട്ടിൽ പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തി. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 10:30ഓടെയാണ് പ്രതി തലയോലപ്പറമ്പ് സ്വദേശി അനൂപ് പെൺകുട്ടിയുടെ വീട്ടിലെത്തിയത്. ഞായറാഴ്ച രാവിലെ 7 വരെ ഇയാൾ വീട്ടിലുണ്ടായിരുന്നു. ഇതിനിടെ പെൺകുട്ടിയുമായി വാക്കുതർക്കമുണ്ടാവുകയും മർദ്ദിക്കുകയും ചെയ്തു. ചുറ്റിക കൊണ്ട് കഴുത്തിലും അടിവയറ്റിലും മർദ്ദിച്ചുവെന്ന് ചോറ്റാനിക്കര CI KN മനോജ് പറഞ്ഞു. കൈവച്ചിട്ടുള്ളതാണ് മർദ്ദിച്ചിട്ടുള്ളത്. മർദ്ദിച്ചിട്ടുണ്ട്. ദേഹമാസകലവും കൺഫ്യൂഷൻ ഉണ്ട്. കഴുത്തിലും അടിവയറിലൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ട്. മർദ്ദനത്തിൽ മനംനൊന്ത പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. ഷാൾ ഉപയോഗിച്ച് ഫാനിൽ കെട്ടിത്തൂങ്ങിയ പെൺകുട്ടിയെ പ്രതി അനൂപ് ഷാൾ മുറിച്ച് നിലത്ത് കിടത്തി. ഇതിനിടെ പെൺകുട്ടി ഉച്ചവെക്കാൻ ശ്രമിച്ചപ്പോൾ വായ മൂടിപ്പിടിക്കുകയായിരുന്നു. വായ മൂടിപ്പിടിച്ചതിനാൽ ശ്വാസം മുട്ടി പെൺകുട്ടി അബോധാവസ്ഥയിലായെന്നാണ് പ്രതി മൊഴി നൽകിയിരിക്കുന്നത്. ഹാങ്ങിങ് സെൽഫായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ചെത്തി താഴെ ഇട്ടിട്ടുള്ളതും ബാക്കി ശ്വാസം മുട്ടിച്ചതല്ല. ഒച്ച വരാതിരിക്കാൻ, പുറത്ത് ആളുകൾ വരാതിരിക്കാൻ വേണ്ടി മാക്സിമം സമയം ശ്വാസം മുട്ടിച്ച് കുട്ടി മരിച്ചു എന്നുള്ള ഒരു ധാരണയിൽ മറ്റുള്ളവർ അറിയുന്നുള്ള രീതിയിലാണ് അതിനെ ഇവിടുന്ന് രക്ഷപ്പെട്ടത്. ഷാൾ മുറിക്കാൻ ഉപയോഗിച്ച കത്തിയും മർദ്ദിച്ച ചുറ്റികയും പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. വീടിന്റെ പിൻവശത്തെ മതിൽ ചാടിക്കടന്നാണ് പ്രതി രക്ഷപ്പെട്ടത്. തെളിവെടുപ്പിനിടെ ഈ കാര്യങ്ങളെല്ലാം പ്രതി അനൂപ് പോലീസിനോട് വ്യക്തമാക്കി. അതേസമയം പരിക്കേറ്റ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പെൺകുട്ടി ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ക്രിമിനൽ പശ്ചാത്തലമുള്ളയാളാണ് പ്രതി അനൂപ്. ലഹരി കേസിലടക്കം മുൻപും നിരവധി കേസുകളിൽ ഇയാൾ പ്രതിയായിട്ടുണ്ട്. പല വെളിപ്പെടുത്തലുകളും ഇയാൾ പോലീസിനോട് നടത്തിയിട്ടുണ്ടെങ്കിലും ഇവയൊന്നും പൂർണ്ണമായി വിശ്വസിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. ക്യാമറമാൻ സന്തോഷ് തിരുമലയ്ക്കൊപ്പം കിരൺകുമാർ, ജനം, കൊച്ചി.